Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once upon a time, പണ്ടൊരിക്കൽ in a vibrant forest. വൈബ്രൻ്റ് എന്നാൽ സുന്ദരമായ, ആകർഷകമായ, ഇതൊക്കെയാണ് അർത്ഥം. ആകർഷകമായ ഒരു വനത്തിൽ എ ഡോങ്കി ആൻഡ് എ ടൈഗർ ഹാഡ് എ ഹീറ്റഡ് ഡിബേറ്റ് എബൌട്ട് ദ കളർ ഓഫ് ദ ഗ്രാസ്. എ ഡോങ്കി ആൻഡ് എ ടൈഗർ, ഒരു കഴുതയും ഒരു കടുവയും, ഹാഡ് ഉണ്ടായിരുന്നു, അവർക്കിടയിൽ ഉണ്ടായിരുന്നു, എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്, ഹീറ്റഡ് ഡിബേറ്റ്. ഹീറ്റഡ് എന്നാൽ ചൂടാക്കപ്പെട്ട, ഭയങ്കരമായിട്ടുള്ള, ഉദ്ദീപ്തമായ. ഡിബേറ്റ് എന്നാൽ തർക്കം. കഴുതയ്ക്കും കടുവയ്ക്കും ഇടയിൽ ഒരു ചൂട് പിടിച്ച ഒരു തർക്കമുണ്ടായിരുന്നു. എബൌട്ട് ദ കളർ ഓഫ് ദ ഗ്രാസ്. എബൌട്ട് എന്നാൽ അതിനെപ്പറ്റി. എബൌട്ട് ദ കളർ ഓഫ് ദ ഗ്രാസ്, പുല്ലിൻ്റെ നിറത്തെ പറ്റിയിട്ട് ഇവർക്കിടയിൽ ഒരു ചൂട് പിടിച്ച തർക്കമുണ്ടായിരുന്നു. ദ ഗ്രാസ് ഈസ് ബ്ലൂ, പുല്ലിൻ്റെ നിറം നീലയാണ്. സെഡ് ദ ഡോങ്കി, കഴുത പറഞ്ഞു, പുല്ലിൻ്റെ നിറം നീലയാണ്. നോ ദ ഗ്രാസ് ഈസ് ഗ്രീൻ, പുല്ല് പച്ചയാണ്. നോ ദ ഗ്രാസ് ഈസ് ഗ്രീൻ, അല്ല, പുല്ലിൻ്റെ നിറം പച്ചയാണ്. സെഡ് ദ ടൈഗർ, കടുവ പറഞ്ഞു. ദെയർ ആർഗ്യുമെൻറ്റ് ബിക്കെയിം വെരി ഹീറ്റഡ്, സോ ദേ ഡിസൈഡഡ് ടു ഗോ ടു ദ ലയൺ. ദെയർ ആർഗ്യുമെൻറ്റ്, അവരുടെ തർക്കം, ബിക്കെയിം ആയിത്തീർന്നു, വെരി ഹീറ്റഡ്, വളരെ ചൂട് പിടിച്ചതായിരുന്നു, ഭയങ്കരമായിട്ടുള്ള തർക്കമായി തീർന്നു. സോ ആയതിനാൽ, അങ്ങനെ, ദേ ഡിസൈഡഡ്, അവർ തീരുമാനിച്ചു, ടു ഗോ ടു ദ ലയൺ, സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ദ കിങ് ഓഫ് ദ ജംഗിൾ, കാട്ടിലെ രാജാവായ, ടു സെറ്റിൽ ദ മാറ്റർ, കാട്ടിലെ രാജാവായിട്ടുള്ള സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ടു സെറ്റിൽ, സെറ്റിൽ എന്നാൽ അർത്ഥം പറഞ്ഞു തീർക്കുക എന്നാണ് അർത്ഥം, തീർച്ചപ്പെടുത്തുക. ദ മാറ്റർ, ഈ കാര്യം പറഞ്ഞ് തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ധാരണയിലെത്താൻ വേണ്ടിയിട്ട് കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ആസ് ദേ അപ്രോച്ച്ഡ് ദ ലയൺസ് ത്രോൺ, ദ ഡോങ്കി സ്റ്റാർട്ടഡ് ഷൗട്ടിങ്. ആസ് എന്നാൽ ആ സമയത്ത്. ആസ് ദേ അപ്രോച്ച്ഡ്, അവർ സമീപിച്ചപ്പോൾ. ദ ലയൺസ് ത്രോൺ എന്നാൽ അർത്ഥം സിംഹാസനം എന്നാണ് അർത്ഥം. സിംഹാസനത്തിനടുത്തേക്ക് സമീപിച്ചപ്പോൾ. ദ ഡോങ്കി സ്റ്റാർട്ടഡ് ഷൗട്ടിങ്, കഴുത ആക്രോശിക്കാൻ ആരംഭിച്ചു. യുവർ ഹൈനസ്, ഓ രാജാവേ, രാജാവിനെ ബഹുമാനിച്ച് വിളിക്കുകയാണ് സിംഹത്തെ, ഹൈനസ്. ഈസ് ഇറ്റ് നോട്ട് ഇറ്റ് ട്രൂ ദാറ്റ് ദ ഗ്രാസ് ഈസ് ബ്ലൂ, പുല്ലിൻ്റെ നിറം നീലയാണ് എന്നുള്ളത് ശരിയല്ലേ? ദ ടൈഗർ സെഡ് നോ, കടുവ പറഞ്ഞു, അല്ല. യുവർ ഹൈനസ്, ഓ രാജാവേ, ദ ഗ്രാസ് ഈസ് ഗ്രീൻ, പുല്ലിൻ്റെ നിറം പച്ചയാണ്. ആഫ്റ്റർ ലിസണിങ് ടു ബോത്ത് ഓഫ് ദം, അവരെ രണ്ടുപേരെയും കേട്ടതിന് ശേഷം. ആഫ്റ്റർ ലിസണിങ് എന്നാൽ കേട്ടതിന് ശേഷം. ടു ബോത്ത് ഓഫ് ദം, അവരെ രണ്ടുപേരും പറയുന്നത് കേട്ടതിന് ശേഷം. ദ ലയൺ റിപ്ലൈഡ് യെസ്, സിംഹം മറുപടി പറഞ്ഞു, അതെ. ദ ഗ്രാസ് ഈസ് ബ്ലൂ, പുല്ലിൻ്റെ നിറം നീലയാണ്. ദ ഡോങ്കി ഗോട്ട് എക്സൈറ്റഡ് ആൻഡ് സെഡ്, കഴുത ഉത്തേജിതമായിക്കൊണ്ട് പറഞ്ഞു, യുവർ ഹൈനസ്, ഓ രാജാവേ. ദ ടൈഗർ ഡിസഗ്രീസ് വിത്ത് മീ ആൻഡ് അനോയ്സ് മീ. ദ ടൈഗർ ഡിസഗ്രീസ് വിത്ത് മീ, ഞാൻ പറഞ്ഞതിനോട് കടുവ വിയോജിക്കുന്നു. ഡിസഗ്രി എന്നാൽ വിയോജിക്കുക. ആൻഡ് അനോയ്സ് മീ, അനോയ് എന്നാൽ ബാധിക്കുക, അലട്ടുക, വിഷമിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. കടുവ എന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിനോട് കടുവ വിയോജിക്കുന്നു. പ്ലീസ് പനിഷ് ഹിം, ദയവായി അവനെ ശിക്ഷിക്കുക. ദ ലയൺ ദെൻ ഡിക്ലയേർഡ്, ശേഷം സിംഹം പ്രസ്താവിച്ചു, ദ ടൈഗർ വിൽ ബി പനിഷ്ഡ് വിത്ത് 5 years ഓഫ് സൈലൻസ്. ദ ടൈഗർ വിൽ ബി പനിഷ്ഡ്, കടുവ ശിക്ഷിക്കപ്പെടും, വിത്ത് 5 years ഓഫ് സൈലൻസ്, 5 വർഷത്തോളം മിണ്ടാതിരിക്കണം. ഇതാണ് കടുവക്ക് സിംഹം കൊടുത്ത ശിക്ഷ. ഈ രൂപത്തിൽ കടുവ ശിക്ഷിക്കപ്പെടും. ഇതാണ് സിംഹം പ്രഖ്യാപിച്ചത്. ദ ഡോങ്കി ജംപ്ഡ് ഹാപ്പിലി ആൻഡ് വാക്ക്ഡ് അവേ റിപ്പീറ്റിംഗ്. ദ ഡോങ്കി ജംപ്ഡ്, കഴുത ചാടി, ഹാപ്പിലി, സന്തോഷം കൊണ്ട് ചാടി.
ആൻഡ് വോക്ക്ഡ് അവേ എന്നിട്ട് നടന്നു പോയി. റിപ്പീറ്റിംഗ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട്. ദ ഗ്രാസ് ഈസ് ബ്ലൂ പുല്ലിൻ്റെ നിറം നീലയാണ്. ഇത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് കഴുത അവിടം വിട്ടുപോയി. ദ ടൈഗർ അക്സെപ്റ്റഡ് ഹിസ് പനിഷ്മെൻറ്റ് ബട്ട് ആസ്ക്ഡ് ദ ലയൺ. ദ ടൈഗർ അക്സെപ്റ്റഡ്. അക്സെപ്റ്റ് എന്നാൽ സ്വീകരിക്കുക. അദ്ദേഹത്തിൻ്റെ ശിക്ഷ ആ കടുവ സ്വീകരിച്ചു, സമ്മതിച്ചു. ബട്ട് പക്ഷേ ആസ്ക്ഡ് ദ ലയൺ സിംഹത്തോട് ചോദിച്ചു. യുവർ മാജസ്റ്റി ഈ സിംഹത്തെ ബഹുമാനിച്ച് വിളിക്കുകയാണ്. ഓ തിരുമേനി, വൈ ഹാവ് യു പനിഷ്ഡ് മീ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത്? ഇതാണ് വൈ ഹാവ് യു പനിഷ്ഡ് മീ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ശിക്ഷിച്ചത്? യു നോ ദാറ്റ് ദ ഗ്രാസ് ഈസ് ഗ്രീൻ നിങ്ങൾക്കറിയാം പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന്. ദ ലയൺ റിപ്ലൈഡ് യെസ് അതെ സിംഹം മറുപടി പറഞ്ഞു. അതെ ഐ നോ ദ ഗ്രാസ് ഈസ് ഗ്രീൻ പുല്ലിൻ്റെ നിറം പച്ചയാണ് എന്നുള്ളത് എനിക്കറിയാം. ദ ടൈഗർ ഗോട്ട് കൺഫ്യൂസ്ഡ് ആൻഡ് ആസ്ക്ഡ് കടുവ ആശയക്കുഴപ്പത്തിലായി. കടുവ ചോദിച്ചു. യുവർ മാജസ്റ്റി ഓ തിരുമേനി, ദെൻ വൈ ഐ ആം ബീയിങ് പനിഷ്ഡ് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത്? ദ ലയൺ റിപ്ലൈഡ് യു സീ സിംഹം മറുപടി പറഞ്ഞു. യു സീ നീ നോക്കൂ. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ കളർ ഓഫ് ദ ഗ്രാസ് ഈ ശിക്ഷിക്കലിന് പുല്ലിൻ്റെ നിറവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദ പനിഷ്മെൻറ്റ് ഈസ് ബിക്കോസ് യു ആർ സ്മാർട്ട് ആൻഡ് ബ്രേവ് എനിമൽ. ദ പനിഷ്മെൻറ്റ് ഈസ് ബിക്കോസ് ശിക്ഷയുടെ കാരണം യു ആർ എ സ്മാർട്ട് ആൻഡ് ബ്രേവ് എനിമൽ. ബ്രേവ് എന്നാൽ ധീരതയുള്ള, ധീരമായ, ഉത്കൃഷ്ടമായ ഇതൊക്കെയാണ് അർത്ഥം. നീ സ്മാർട്ടായിട്ടുള്ളതും വളരെ ഉത്കൃഷ്ടവുമായിട്ടുള്ള ഒരു മൃഗമാണ്. ബട്ട് യു വേസ്റ്റഡ് യുവർ ടൈം ആർഗ്യൂയിങ് വിത്ത് ദ ഡോങ്കി. ബട്ട് പക്ഷേ യു വേസ്റ്റഡ് നീ പാഴാക്കി യുവർ ടൈം നിൻ്റെ സമയം നീ പാഴാക്കി. ആർഗ്യൂയിങ് തർക്കിച്ചുകൊണ്ട് വിത്ത് ദ ഡോങ്കി കഴുതയുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൻ്റെ സമയം നീ പാഴാക്കി. പ്ലസ് കൂടാതെ സിംഹം ചേർത്തു പറഞ്ഞു. യു ബോതേഡ് മീ വിത്ത് സച്ച് എ സില്ലി ക്വസ്റ്റ്യൻ. യു ബോതേഡ് മീ നീ എന്നെ അലോസരപ്പെടുത്തി. വിത്ത് സച്ച് എ സില്ലി ക്വസ്റ്റ്യൻ. സില്ലി എന്നാൽ ബാലിശമായ എന്നാണ് അർത്ഥം, മൂഢമായ, കഥയില്ലാത്ത. സച്ച് എന്നാൽ അത്തരത്തിലുള്ള, സച്ച് എ സില്ലി ക്വസ്റ്റ്യൻ അത്തരത്തിലുള്ള ഒരു ബാലിശമായ ചോദ്യം ചോദിച്ചുകൊണ്ട് നീ എന്നെ അലോസരപ്പെടുത്തി. ദ ലയൺ കണ്ടിന്യൂഡ് സിംഹം തുടർന്നു. ദ വേസ്റ്റ് ഓഫ് ടൈം ഈസ് ആർഗ്യൂയിങ് വിത്ത് സംവൺ. ദ വേസ്റ്റ് എന്നാൽ അർത്ഥം ഏറ്റവും ചീത്തയായ എന്നാണ് അർത്ഥം, ഗുണം കുറഞ്ഞ. വേസ്റ്റ് ഓഫ് ടൈം എന്നാൽ സമയം പാഴാക്കൽ, ഏറ്റവും മോശപ്പെട്ട സമയം പാഴാക്കൽ. ഇതാണ് തർക്കിക്കലാണ്, ഒരു വ്യക്തിയുമായിട്ട് തർക്കിക്കലാണ്. എത്തരത്തിലുള്ള വ്യക്തിയുമായിട്ട് തർക്കിക്കൽ? ഹു ഡസ് നോട്ട് കെയർ എബൌട്ട് ദ ട്രൂത്ത് ബട്ട് ഓൺലി വാണ്ട്സ് ടു വിൻ. ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് സമയം പാഴാക്കലാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. സമയം പാഴാക്കലിൻ്റെ രീതികളിൽ ഏറ്റവും മോശപ്പെട്ട രീതി ഇതാണ്. എന്താണത്? ഹു അദ്ദേഹം, നമ്മൾ ആരോടാണോ തർക്കിക്കുന്നത് ആ വ്യക്തി. ഹു ഡസ് നോട്ട് കെയർ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല. എബൌട്ട് ദ ട്രൂത്ത് സത്യത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ബട്ട് ഓൺലി വാണ്ട്സ് ടു വിൻ പക്ഷേ വിജയിക്കുക മാത്രമാണ് വേണ്ടത്. എന്താണ് യാഥാർത്ഥ്യം എന്താണോ അതിനെ ശ്രദ്ധിക്കുകയില്ല, അത് അംഗീകരിക്കുകയില്ല. ആ വ്യക്തിക്ക് വിജയിക്കുക മാത്രമാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് തർക്കിച്ച് സമയം പാഴാക്കലാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. നെവർ വേസ്റ്റ് ഓഫ് ടൈം ഓൺ ആർഗ്യുമെൻറ്റ്സ് ദാറ്റ് ഡോണ്ട് മേക്ക് സെൻസ്. നെവർ വേസ്റ്റ് ഒരിക്കലും പാഴാക്കരുത് ടൈം സമയം ഓൺ ആർഗ്യുമെൻറ്റ്സ് തർക്കങ്ങളിൽ ഏർപ്പെട്ട് സമയം ഒരിക്കലും പാഴാക്കരുത്. ദാറ്റ് ഡോണ്ട് മേക്ക് സെൻസ് ഒരു അർത്ഥവുമില്ലാത്ത കാര്യത്തിൽ ഏർപ്പെട്ട് അത്തരത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരിക്കലും സമയം പാഴാക്കരുത്. സം പീപ്പിൾ വോണ്ട് അണ്ടർസ്റ്റാൻഡ് നോ മാറ്റർ ഹൗ മച്ച് എവിഡൻസ് യു ഗിവ് ദം. സം പീപ്പിൾ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ചില ആളുകൾക്ക് മനസ്സിലാകുകയില്ല, അവർ മനസ്സിലാക്കുകയില്ല. നോ മാറ്റർ ഹൗ മച്ച് എവിഡൻസ് യു ഗിവ് ദം നീ എത്രമാത്രം
തെളിവുകൾ അവർക്ക് നൽകിയാലും, ഗിവ് എന്നാൽ നൽകുക, ഗിവ് ദം അവർക്ക് എത്രമാത്രം തെളിവുകൾ നീ എത്ര നൽകിയാലും അവർ ചില ആളുകൾ മനസ്സിലാക്കുകയില്ല, അംഗീകരിക്കുകയില്ല. അത്തരം ആളുകളുമായിട്ട് ഒരിക്കലും തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം പാഴാക്കരുത്. They are blinded by their ego. They are blinded. അവർ അന്ധത ബാധിച്ചവരാണ്. by their ego. ഈഗോ എന്നാൽ അഹങ്കാരം, അഹന്ത. അവരുടെ അഹന്ത കൊണ്ട് അവർ ഇരുട്ട് ബാധിച്ചവരാണ്, അവർ അന്ധത ബാധിച്ചവരാണ്. hatred and just want to be right even if they are not. hatred എന്നാൽ വിദ്വേഷം, ശത്രുത. and just want to be right even if they are not. അവർ അല്ലെങ്കിൽ പോലും, അവർ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അവർക്ക് വിജയിച്ചാൽ മാത്രം മതി. അവർ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിച്ചാൽ മതി. അവർ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും. ഹേറ്റ്രഡ് എന്നാൽ വിദ്വേഷം, പക, ഇതൊക്കെയാണ് അർത്ഥം. അവരുടെ വിദ്വേഷം കൊണ്ടും അവരുടെ ഈഗോ, അവരുടെ അഹന്തത കൊണ്ടും അവർ അന്ധത ബാധിച്ചവരാണ്. അവർ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അവർ ശരിയാണ്, അവർ പറയുന്നതാണ് ശരി, ശരിയല്ലെങ്കിൽ പോലും. therefore ആയതിനാൽ, when ignorance shouts, ignorance എന്നാൽ അറിവില്ലായ്മ കൊണ്ട് ആക്രോശിക്കുമ്പോൾ ആ സമയത്ത് wise remain silent. wise എന്നാൽ അറിവുള്ളവൻ, വിവേകമുള്ളവൻ, remain silent മൗനം പാലിച്ചിരിക്കണം. because കാരണം, protecting your peace and tranquility is more important. ഇത് കാരണം അറിവില്ലാത്ത ഒരു വ്യക്തി ആക്രോശിക്കുമ്പോൾ പോലും നമ്മൾ ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി മൗനം പാലിച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ കാരണം കൊണ്ട്. protecting your peace, നിൻ്റെ സമാധാനം സംരക്ഷിക്കൽ. and tranquility എന്നാൽ ശാന്തി, ശാന്തത, സമാധാനം, ഇതൊക്കെയാണ് അർത്ഥം. നിൻ്റെ സമാധാനവും ശാന്തിയും സംരക്ഷിക്കൽ ഈസ് മോർ ഇമ്പോർട്ടൻ്റ്, കൂടുതൽ പ്രധാനപ്പെട്ടതാണ്. ആയതിനാൽ, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ചെയ്യണം എന്ന് പറഞ്ഞത്. വിവേകമുള്ള വ്യക്തി മൗനം പാലിക്കണം. ദ സ്റ്റോറി ഓഫ് ദ ഡോങ്കി, ദ ടൈഗർ ആൻഡ് ദ ലയൺ ടീച്ചസ് us. ഈ കഴുതയുടെയും കടുവയുടെയും സിംഹത്തിൻ്റെയും കഥ നമ്മളെ പഠിപ്പിക്കുന്നത്, അസ് എന്നാൽ നമ്മളെ, ടീച്ചസ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് several important lessons that can help us live happier lives. several important lessons, ഒരുപാട് പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. that can help us, അത് നമ്മളെ സഹായിക്കുന്നു. live happier lives, സന്തോഷകരമായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു. especially, പ്രത്യേകിച്ചും the importance of keeping silence when dealing with foolish ones. the importance of keeping silence, മൗനം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. when dealing with a foolish ones, when എന്നാൽ ആ സമയത്ത്, foolish ones എന്നാൽ വിഡ്ഢിയായ വ്യക്തി, ഒരു വിഡ്ഢിയായ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, പെരുമാറുന്ന സമയത്ത് മൗനം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ആ മൗനം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ്ലി, ആദ്യമായി, ഇറ്റ് ഷോസ് us ദാറ്റ് ആർഗ്യൂയിങ് വിത്ത് someone, ഇറ്റ് ഷോസ് us, ഇത് നമ്മളെ ആദ്യമായി കാണിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്, ആർഗ്യൂയിങ് വിത്ത് someone, ഒരു വ്യക്തിയുമായി തർക്കിക്കൽ. ആ വ്യക്തി, ഹു ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ട്രൂത്ത് ഈസ് വേസ്റ്റ് ഓഫ് ടൈം, ആ വ്യക്തി സത്യം മനസ്സിലാക്കുന്നതിൽ താല്പര്യമുള്ള വ്യക്തിയല്ല. വേസ്റ്റ് ഓഫ് ടൈം, അദ്ദേഹം സമയം പാഴാക്കുന്നു. പക്ഷേ സത്യം എന്താണോ, ശരി മനസ്സിലാക്കാൻ താല്പര്യമുള്ള വ്യക്തിയല്ല. ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ, ദ ഡോങ്കി ഇൻസിസ്റ്റ് ദാറ്റ്, ദ ഡോങ്കി കഴുത, ഇൻസിസ്റ്റ് എന്നാൽ നിർബന്ധിക്കുക എന്നാണ് അർത്ഥം, ശഠിക്കുക, നിർബന്ധം പിടിക്കുക. ഈ കഴുത നിർബന്ധം പിടിക്കുന്നു. ദാറ്റ് ദ ഗ്രാസ് ഈസ് ബ്ലൂ ഈവൻ ദോ ഇറ്റ് ഈസ് ക്ലിയർലി ഗ്രീൻ, വ്യക്തമായും പച്ചയായിട്ടാണ് പുല്ല് കാണുന്നത്, എങ്കിലും ആ കഴുത പറഞ്ഞുകൊണ്ട്, തർക്കിച്ചുകൊണ്ട് ശാഠ്യം പിടിക്കുന്നു. നീലയാണ്, പുല്ലിൻ്റെ നിറം നീലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത ശാഠ്യം പിടിക്കുന്നു. ദ ടൈഗർ ട്രൈസ് ടു ആർഗ്യൂ ബട്ട് എൻഡ്സ് അപ്പ് ഫ്രസ്ട്രേറ്റഡ്. ദ ടൈഗർ ട്രൈസ് ടു ആർഗ്യൂ, കടുവ
തർക്കിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എൻഡ്സ് അപ്പ് ഫ്രസ്ട്രേറ്റഡ്. എൻഡ്സ് അപ്പ് എന്നാൽ അവസാനിക്കുന്നത് എന്നാണ് അർത്ഥം. പക്ഷേ എത്തിപ്പെടുന്നത് ഫ്രസ്ട്രേറ്റഡ് എന്നാൽ മോഹഭംഗം സംഭവിച്ച ആ നിലയിലേക്കാണ് കടുവ പക്ഷേ എത്തിച്ചേർന്നത്. ദ ലയൺ പനിഷ്ഡ് ദ ടൈഗർ നോട്ട് ബിക്കോസ് ഹി വാസ് റോങ്. ദ ലയൺ പനിഷ്ഡ് ദ ടൈഗർ. സിംഹം കടുവയെ ശിക്ഷിച്ചു. നോട്ട് ബിക്കോസ് ഹി വാസ് റോങ്. ആ കടുവ അവന് തെറ്റ് പറ്റിയതുകൊണ്ടല്ല, അവൻ തെറ്റായതുകൊണ്ടല്ല പറയുന്നത്, ശരി ആകാത്തതിനാൽ അല്ല അവൻ ശിക്ഷിക്കപ്പെട്ടത്. ബട്ട് ബിക്കോസ് ഹി വേസ്റ്റഡ് ഹിസ് ടൈം ആർഗ്യൂയിങ് വിത്ത് എ ഫൂൾ. പക്ഷേ കാരണം എന്താണ്? ഹി വേസ്റ്റഡ് അവൻ പാഴാക്കി ഹിസ് ടൈം അവൻ്റെ സമയം, ആർഗ്യൂയിങ് വിത്ത് എ ഫൂൾ ഒരു വിഡ്ഢിയുമായിട്ട് തർക്കിച്ചുകൊണ്ട് അവൻ അവൻ്റെ സമയം പാഴാക്കി. ദിസ് ടീച്ചസ് ദാറ്റ് വൈ ഷുഡ് നോട്ട് ആർഗ്യൂ വിത്ത് ഫൂൾസ്. ദിസ് ടീച്ചസ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ദാറ്റ് വൈ ഷുഡ് നോട്ട് ആർഗ്യൂ വിത്ത് ഫൂൾസ്. വൈസ് ബുദ്ധിമാൻ, വിവേകമുള്ളവൻ, ഷുഡ് നോട്ട് ആർഗ്യൂ തർക്കിക്കരുത് വിത്ത് ഫൂൾസ് വിഡ്ഢികളുമായിട്ട് അറിവുള്ള ഒരു വ്യക്തി, വിവേകമുള്ള ഒരു വ്യക്തി തർക്കിക്കരുത്. ഇതാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. ബിക്കോസ് ഇറ്റ് ഈസ് പോയിന്റ്ലെസ് ആൻഡ് ഡ്രെയിനിങ്. പോയിന്റ്ലെസ് എന്നാൽ കയമ്പില്ലാത്ത എന്നാണ് അർത്ഥം, പൊരുളില്ലാത്ത. ഡ്രെയിൻ എന്നാൽ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം, ഉണക്കുക, ഒഴുകിപ്പോകുക. ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥമാണ്, നമ്മളെ നശിപ്പിക്കുക. ഇത് നമ്മളെ നശിപ്പിക്കുന്നതാണ്. അതുപോലെ അത് പോയിന്റ്ലെസ്, കഴമ്പില്ലാത്തതും നമ്മളെ നശിപ്പിക്കുന്നതുമാണ്. അതാണ് കാരണം. വിഡ്ഢിയുമായിട്ടുള്ള തർക്കം നമ്മളെ നശിപ്പിക്കും, അതുപോലെ അതൊരു കഴമ്പില്ലാത്തതുമാണ്. ഇൻ അവർ എവരിഡേ ലൈഫ് നമ്മുടെ നിത്യജീവിതത്തിൽ വി ഓഫൺ മീറ്റ് പീപ്പിൾ നമ്മൾ പലപ്പോഴും ആളുകളെ കണ്ടുമുട്ടുന്നു. ഹു ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് ദെയർ റൈറ്റ്. ഹു അവർക്ക്, നമ്മൾ കാണുന്ന ആളുകൾക്ക്. ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് ദെയർ റൈറ്റ് അവർ പറയുന്നത് ശരിയാണ് എന്ന് അവർക്ക് സമർത്ഥിക്കണം, അവർക്ക് തെളിയിക്കണം. നോ മാറ്റർ വാട്ട് എന്ത് കാര്യമായാലും. ആർഗ്യൂയിങ് വിത്ത് ദം അവരുമായിട്ട് തർക്കിക്കൽ. ക്യാൻ മേക്ക് അസ് സ്ട്രെസ്ഡ് ആൻഡ് അപ്സെറ്റ്. ക്യാൻ മേക്ക് അസ് നമ്മളെ ആക്കി മാറ്റാൻ സാധിക്കും. അവരുമായിട്ട് എന്ത് കാര്യമായാലും അവരുമായിട്ട് തർക്കിക്കലിന് നമ്മളെ ആക്കി മാറ്റാൻ സാധിക്കും. സ്ട്രെസ്ഡ് എന്നാൽ ആയാസപ്പെടുത്തുക. അപ്സെറ്റ് എന്നാൽ മാനസികമായി തകർക്കുക. നമ്മളെ മാനസികമായിട്ട് തകർത്തേക്കും, അത് നമ്മളെ ദുഃഖത്തിലാക്കിയേക്കും. ഇതിനൊക്കെ ആ തർക്കത്തിന് സാധിക്കും, അത്തരത്തിലുള്ള ആളുകളോട് തർക്കിക്കൽ. ഇൻസ്റ്റഡ് പകരമായി, അത്തരത്തിലുള്ള ആളുകളോട് തർക്കിക്കുന്നതിന് പകരമായി. വി ഷുഡ് റെക്കഗ്നൈസ് ദീസ് സിറ്റുവേഷൻസ് ഈ സാഹചര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ആൻഡ് അവോയ്ഡ് ഗെറ്റിംഗ് ഇൻ ടു പോയിന്റ്ലെസ് ആർഗ്യുമെൻറ്റ്സ് കഴമ്പില്ലാത്ത തർക്കങ്ങളിൽ അതിൽ പെടുന്നത് നമ്മൾ ഒഴിവാക്കണം, അതിൽ പെടാതിരിക്കണം. ദിസ് ഹെൽപ്പസ് ഇത് നമ്മളെ സഹായിക്കും, മുമ്പ് പറഞ്ഞത് നമ്മളെ സഹായിക്കുന്നു. കീപ് അവർ പീസ് ഓഫ് മൈൻഡ് ആൻഡ് സ്റ്റേ ഹാപ്പി നമ്മൾ സന്തോഷമായിരിക്കാനും നമ്മളെ മനസ്സിനെ സന്തോഷമാക്കി നിലനിർത്താനും ഇതിന് സാധിക്കും. ദ സ്റ്റോറി ഓൾസോ ടീച്ചസ് എബൌട്ട് ദ പവർ ഓഫ് സൈലൻസ്. ദ സ്റ്റോറി ഓൾസോ ടീച്ചസ് ഈ കഥ ഇതുകൂടി നമ്മളെ പഠിപ്പിക്കുന്നു. എബൌട്ട് ദ പവർ ഓഫ് സൈലൻസ് മൗനത്തിൻ്റെ ശക്തി, അതിൻ്റെ പ്രാധാന്യം എന്താണോ അതിനെപ്പറ്റിയിട്ടും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ദ ലയൺ ടെൽസ് ദ ടൈഗർ ദാറ്റ് സംടൈംസ് ദ ബെസ്റ്റ് റെസ്പോൺസ് ഈസ് നോ റെസ്പോൺസ്. ദ ലയൺ ടെൽസ് ദ ടൈഗർ സിംഹം കടുവയോട് പറയുന്നത് ഇതാണ്. സംടൈംസ് ചില സമയങ്ങളിൽ, ദ ബെസ്റ്റ് റെസ്പോൺസ് നല്ല മറുപടി, ഈസ് നോ റെസ്പോൺസ് ഒരു മൗനം പാലിക്കൽ, മറുപടി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നല്ല മറുപടി ചില സമയങ്ങളിൽ. അതാണ് സിംഹം കടുവയോട് പറയുന്നത്. സൈലൻസ് ക്യാൻ കീപ്പ് us calm ആൻഡ് പ്രിവെൻറ്റ് unnecessary fights. അന്നസസറി എന്നാൽ വേണ്ടാത്ത, വെറുതെയുള്ള, അനാവശ്യമായ, ഇതൊക്കെയാണ് അർത്ഥം. മൗനം പാലിക്കൽ അനാവശ്യമായ തർക്കങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നതിനെ തടയുന്നു.
ആ തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നു മൗനം പാലിക്കൽ. വെൻ വി സ്റ്റേ സൈലൻറ്റ്, നമ്മൾ മൗനം പാലിച്ചിരിക്കുമ്പോൾ, മൗനം പാലിച്ചു നിൽക്കുന്ന ആ സമയത്ത്, വി ഷോ ദാറ്റ്, നമ്മൾ കാണിക്കുന്നത് അതാണ്, വി ആർ മെച്ചുവർ ആൻഡ് വൈസ്. മെച്ചുവർ എന്നാൽ പക്വതയുള്ള എന്നാണ് അർത്ഥം. നമ്മൾ പക്വതയുള്ളവനും വിവേകമുള്ളവനുമാണ് എന്നാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ മൗനത്തിലായിരിക്കുമ്പോൾ, മൗനം പാലിക്കുന്ന സമയത്ത്. ആൻഡ് ദാറ്റ് വി വാല്യൂ അവർ പീസ് മോർ ദാൻ വിന്നിങ് ഓൺ ആർഗ്യുമെൻറ്റ്, തർക്കങ്ങളിൽ ഏർപ്പെട്ട് നമ്മൾ വിജയിക്കുന്നതിലുപരി നമ്മുടെ മനസ്സമാധാനം കാത്തു സൂക്ഷിക്കൽ, അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ബൈ നോട്ട് ആർഗ്യൂയിങ് വിത്ത് ഫൂൾസ്, വിഡ്ഢികളുമായിട്ട് തർക്കിക്കാതിരിക്കുന്നതിലൂടെ, വി സേവ് അവർ എനർജി ആൻഡ് കീപ്പ് അവർ മൈൻഡ് പീസ്ഫുൾ. വി സേവ് അവർ എനർജി, നമ്മൾ നമ്മുടെ ഊർജത്തെ സംരക്ഷിക്കുന്നു. ആൻഡ് കീപ്പ് അവർ മൈൻഡ് പീസ്ഫുൾ, പീസ്ഫുൾ എന്നാൽ സമാധാനപരമായ, നമ്മുടെ മനസ്സിൽ നമ്മൾ സമാധാനം സൂക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ എനർജിയെ നമ്മൾ സേവ് ചെയ്യുകയും ചെയ്യുന്നു, വെറുതെ പാഴാക്കി കളയാതിരിക്കുകയും ചെയ്യുന്നു, ഒരു വിഡ്ഢിയുമായിട്ട് തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതിലൂടെ. ദിസ് ക്യാൻ മേക്ക് അവർ ലൈഫ്സ് ഹാപ്പിയർ ആൻഡ് ലെസ് സ്ട്രെസ്ഫുൾ, നമ്മുടെ ജീവിതങ്ങളെ ഈ മൗനം പാലിക്കൽ സ്ട്രെസ്സ് കുറവാക്കുന്നു, നമ്മുടെ സ്ട്രെസ്സ് കുറക്കുന്നു, നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും നമ്മളെ സന്തോഷവാനാക്കി നിർത്തുകയും ചെയ്യുന്നു. അതിന് സഹായിക്കും ഈ വിഡ്ഢികളുമായിട്ട് തർക്കിക്കാതിരിക്കുന്നതിലൂടെ, അതിലൂടെ ഈ പറയുന്നതിന് സാധിക്കും. നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ അളവ് കുറക്കാൻ സാധിക്കും, അതുപോലെ സന്തോഷവാനായിരിക്കാനും സാധിക്കും. വെൻ വി അവോയ്ഡ് പോയിൻറ്റ്ലെസ് ആർഗ്യുമെൻറ്റ്സ്, കഴമ്പില്ലാത്ത തർക്കങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുന്നതിലൂടെ, അത് ചെയ്യാതിരിക്കുന്നതിലൂടെ, അത് ഉപേക്ഷിക്കുന്ന ആ സമയത്ത്, വി ഫോക്കസ് ഓൺ മോർ പോസിറ്റീവ് തിങ്സ്. വി ഫോക്കസ്, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, ഓൺ മോർ പോസിറ്റീവ് തിങ്സ്, കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിന് നമുക്ക് സാധിക്കും ഈ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത്. ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പെക്റ്റ് us, നമ്മളെ ബഹുമാനിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കുക. ഇതിന് നമ്മളെ സഹായിക്കും, ഇതിന് സാധിക്കും നമ്മൾ വിഡ്ഢികളുമായിട്ടുള്ള തർക്കത്തിൽ ഏർപ്പെടാതിരിക്കുകയാണെങ്കിൽ. സ്പെൻഡ് ടൈം എന്നാൽ സമയം ചിലവഴിക്കുക, റെസ്പെക്റ്റ് എന്നാൽ ബഹുമാനിക്കുക. ദ സ്റ്റോറി എൻകറേജസ് us, ഈ കഥ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു. ടു അവോയ്ഡ്, ഉപേക്ഷിക്കാൻ, അൺനെസസറി ആർഗ്യുമെൻറ്റ്സ്, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ നമ്മളെ ഈ കഥ പ്രോത്സാഹിപ്പിക്കുന്നു. സംടൈംസ്, ചില സമയങ്ങളിൽ, സ്റ്റേയിങ് സൈലൻറ്റ് ഈസ് ദ സ്മാർട്ടസ്റ്റ് തിങ് വി ക്യാൻ ഡു, ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കാര്യക്ഷമതയുള്ള കാര്യം മൗനം പാലിക്കുക എന്നുള്ളതാണ്. റിമെമ്പർ, ഓർമ്മിക്കുക. റിയൽ വിസ്ഡം ഓഫൺ മീൻസ് നോയിങ് വെൻ ടു സ്റ്റേ ക്വയറ്റ്. റിയൽ വിസ്ഡം, ശരിക്കുള്ള അറിവ്, ശരിക്കുമുള്ള വിവേകം, സാമർത്ഥ്യം, ജ്ഞാനം. ഓഫൺ മീൻസ് പലപ്പോഴും എന്താണത്? നോവിങ് അറിയലാണ്, വെൻ ടു സ്റ്റേ ക്വയറ്റ് പലപ്പോഴും ശരിക്കുമുള്ള ജ്ഞാനം. നോവിങ് അറിയലാണ്, വെൻ ടു സ്റ്റേ ക്വയറ്റ് എപ്പോഴാണ് മൗനം പാലിക്കേണ്ടത് എന്ന് അറിയലാണ്. ശരിക്കുമുള്ള വിവേകം എന്താണ്? പലപ്പോഴും എപ്പോഴാണ് നമ്മൾ മൗനം പാലിക്കേണ്ടത്, മൗനത്തിലായിരിക്കേണ്ടത് എന്ന് അറിയലാണ് ഏറ്റവും ശരിയായിട്ടുള്ള വിവേകം. അത് ഓർമ്മിക്കുക. ബൈ അപ്ലൈയിങ് ദിസ് ടു അവർ ലൈഫ്സ്, ഇത് നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ വി ക്യാൻ ലിവ് മോർ ഹാപ്പിലി ആൻഡ് പീസ്ഫുള്ളി. വി ക്യാൻ ലിവ്, നമുക്ക് ജീവിക്കാൻ സാധിക്കും, മോർ ഹാപ്പിലി, കൂടുതൽ സന്തോഷവാനായിക്കൊണ്ട്, ആൻഡ് പീസ്ഫുള്ളി, വളരെ സമാധാനത്തോടെയും വളരെ സന്തോഷത്തോടെയും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും.